രാത്രിയിൽ ഒരുപാട് ചിന്തിക്കുന്ന സ്വഭാവമുണ്ടോ? എന്താണിതിന്റെ മനഃശാസ്ത്രമെന്ന് നോക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് പാഞ്ഞു പോകാറുണ്ടോ? ഇത് പലർക്കുമുള്ളൊരനുഭവമാണ്. പകൽ സമയത്ത് നമ്മൾ പലതരം തിരക്കുകളിലായിരിക്കും, അതുകൊണ്ട് ഉള്ളിലെ ചിന്തകളൊന്നും അത്രയ്ക്ക് ശല്യപ്പെടുത്താറില്ല. പക്ഷെ രാത്രിയാവുമ്പോൾ പുറത്തെ ബഹളം തീരുന്നതോടെ ഉള്ളിലെ ശബ്ദം പതിയെ കൂടാൻ തുടങ്ങും. എന്താണിതിന് കാരണം? നമ്മളൊക്കെ വിചാരിക്കും ഇത് മനസ്സസ്വസ്ഥമായതുകൊണ്ടാണെന്ന്, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന്. എന്നാൽ ഇതൊരു അസ്വസ്ഥതയല്ലെങ്കിലോ? മനഃശാസ്ത്രം പറയുന്നത് വേറൊരു കാര്യമാണ്. പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്: നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമല്ല, നിങ്ങളുടെ ചിന്തകൾ പ്രോസസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല, അത്രയുള്ളൂ. അതായത് ഇതൊരു കുറവല്ല, മറിച്ച് പൂർത്തിയാക്കാനുള്ള ഒരു ജോലിയാണ്. രാത്രിയിൽ ഒടുവിൽ നിങ്ങളുടെ മനസ്സിന് സംസാരിക്കാൻ ഒരവസരം കിട്ടുന്നു. അങ്ങനെ മനസ്സ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് പഴയ സങ്കടങ്ങളും പറയാൻ ബാക്കിവെച്ച കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോ ആർക്കാണ് ഇങ്ങനെയൊക്കെ കൂടുതലായി തോന്നുന്നത്? ഇത് എല്ലാവർക്കും ഉണ്ടാവാറുണ്ടോ? സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് ഇത് കൂടുതലും കാണുന്നത് ആഴത്തിൽ ചിന്തിക്കുന്നവരിലും സഹാനുഭൂതിയുള്ളവരിലും ഉത്കണ്ഠയുള്ളവരിലുമാണെന്നാണ്. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ തലച്ചോറ് നിങ്ങളെ ശിക്ഷിക്കാൻ ശ്രമിക്കുകയല്ല. നിങ്ങളുടെ മനസ്സൊന്ന് റിലാക്സ്ഡ് ആകുമ്പോൾ അത് പഴയ വേദനകളൊക്കെ ഓർമ്മിപ്പിക്കും. എന്തിനാണിത്? അത് നിങ്ങളെ വിഷമിപ്പിക്കാനല്ല, മറിച്ച് ആ പ്രശ്നങ്ങളെ പരിഹരിക്കാനാണ്. പകൽ സമയത്ത് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ രാത്രിയിൽ നിങ്ങളുടെ മനസ്സ് പ്രോസസ്സ് ചെയ്യുകയാണ്. അതുകൊണ്ട് രാത്രിയിൽ കൂടുതൽ ചിന്തിച്ചാൽ നിങ്ങൾക്കൊരു കുഴപ്പവുമില്ലെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്കെതിരല്ല. രാത്രിയുടെ ആ നിശബ്ദതയിൽ അത് സ്വയം സുഖപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോ ആ ചിന്തകളെ എതിർക്കുന്നതിന് പകരം ചോദിച്ചു നോക്കൂ, ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സ് എന്തിനെയാണ് സുഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്?